കൃഷ്ണദാസ് വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയ നേതാവ് വലിയ തോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഒരുപക്ഷെ അദ്ദേഹം തയ്യാറാകാതിരിക്കുമോ? അതിന് സാധ്യതയില്ല. കാരണം അതിനുശേഷം മാധ്യമങ്ങൾ ഈ ഇറച്ചിക്കടയിലെ കാത്തു നിൽക്കുന്ന നായകളെ പോലെ പട്ടികളെ പോലെ എന്നൊക്കെ പരാമർശിച്ചതിന് ശേഷം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ താൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അങ്ങനെ തന്നെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. പക്ഷേ എം.വി. ഗോവിന്ദൻ തിരുത്തിയിരുന്നു. എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറെടുക്കുന്നു. ഇതാ NN കൃഷ്ണദാസ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുന്നു. LDF ചരിത്ര വിജയം നേടും. ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് LDF മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം പാലക്കാട്ട് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. പാലക്കാട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിയെ മാറ്റിമറിക്കും. മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നതിന്റെ ഉറപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലുണ്ടാകും. വലിയ മുന്നേറ്റം ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവുകയാണ്. കേരളത്തിലാകെ പാലക്കാട്ടാകെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയാണ്. അതിന്റെ സൂചനകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. പാലക്കാട്ട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ മുന്നേറ്റം ഈ ദിവസങ്ങളിൽ മണ്ഡലത്തിലാകെ പ്രത്യക്ഷപ്പെട്ടത്. ഇത് വിധിനിർണായകമായ ചരിത്ര വിജയമായി ഈ വിജയം മാറാൻ പോവുകയാണ് പാലക്കാട്ട്. ഈ പരസ്യ വിവാദമൊക്കെ എങ്ങനെ വരുന്നതാണ്? അതൊക്കെ കഴിഞ്ഞില്ല. അതൊക്കെ ഇന്നത്തെ കാര്യം പറയാം. നിങ്ങൾ ഭൂതകാലത്തിൽ ജീവിക്കരുത്, വർത്തമാനകാലത്തിൽ ജീവിക്കുക. ഭൂതകാലം ഒന്നും വർത്തമാനകാലത്തിൽ സ്വാധീനിക്കില്ല. നിങ്ങൾ ഇന്ന് ജീവിക്കുക. ഇന്നത്തെ ജീവിതമാണുള്ളത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോയി സന്ദീപ് വാര്യർ കണ്ടിട്ടുണ്ട്. കണ്ടോട്ടെ, അതിനെന്താ? ആർക്കും ആരും കാണാനോ? ഇന്നിപ്പോ അതിനൊക്കെ എന്താ പ്രശ്നം? ആർക്കും ആരും കാണാനോ? ഭരണഘടനയാണ് നല്ലത്. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഭരണഘടനയെ ഓർക്കാൻ സമയം കിട്ടിയല്ലോ, നല്ലത്. അവരാരും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയിലെ ഭരണഘടനയെ എതിർത്ത് വോട്ട് ചെയ്തവരാ അവര്. ഭരണഘടന അംഗീകരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കുറച്ചു മുമ്പ് താങ്കളും കൂടെ വന്ന സമയത്ത് കൃഷ്ണകുമാർ താങ്കളുടെ അടുത്തേക്ക് വന്നു. താങ്കൾ കാണാത്തതായി. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, സോറി. ഞങ്ങൾ അടുത്ത അയൽക്കാരല്ലേ, ഞാൻ കണ്ടിട്ടില്ല. കൃഷ്ണകുമാർ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അല്ല, ഞാൻ വരുമ്പോ നിങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാനത് നിങ്ങൾക്കും അദ്ദേഹത്തിനൊരു ഉപദ്രവം വേണ്ടെന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ട് ചെയ്യാനങ്ങ് പോയി. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു അദ്ദേഹത്തെ. എന്റെ അടുത്തേക്ക് അദ്ദേഹം വന്നില്ല. നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോ. അയ്യോ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ വരുമ്പോ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വേണ്ടെന്നുള്ള നിലയ്ക്ക് ഞാനൊരു അരിക്കിൽ കൂടെ പോളിംഗ് ബൂത്തിലേക്ക് പോയി. ഞാൻ കണ്ടതല്ലാതെ. പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനങ്ങളൊക്കെയാണ് വലിയ ആയുധമാക്കി. ഞങ്ങൾ പാണക്കാട്ട് തങ്ങളെയല്ല വിമർശിച്ചത്. നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് വിമർശിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ വിമർശിക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവിനെ വിമർശിക്കാനും പാടില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തര് ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിലിരുന്ന് വെറുതെ വിചാരിക്കൽ മാത്രമേ ഉണ്ടാവൂ. അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നതാണ് ലീഗുകാരുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിക്കോട്ടെ. ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ആരും വിമർശിക്കാൻ പാടില്ല, അത് ചെയ്താൽ വലിയ കുറ്റാവും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. സന്ദീപ് വാര്യരുടെ ഭൂതകാലം വർത്തമാനകാലത്തെ ബാധിക്കുമോ കോൺഗ്രസിന്റെ? എന്ത് ഭൂതകാലാണ്? ഹൂ കെയർ ഓഫ് ഇറ്റ്? അത് വലിയ ചർച്ചയാവുന്നുണ്ട്. നിങ്ങൾ ചർച്ചയാക്കുന്ന ഒരു മനുഷ്യനും ശ്രദ്ധിക്കുന്നില്ല. ആഫ്റ്റർ ഓൾ ഹൂ ഈസ് ഹി? ഞങ്ങളത് അദ്ദേഹത്തിന് വലിയൊരു സംഭവമായിട്ട് കണക്കാക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി ആര് സംസാരിച്ചാലും ഞാൻ CPM പറയുന്നത്. CPM അദ്ദേഹത്തെ ഒരു വലിയ പ്രതിഭാസമായിട്ട് കണക്കാക്കുന്നില്ല.
RSS കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുന്നതിനെ കുറിച്ചാണ് CPM പറയുന്നത്. RSS കാര്യാലയത്തിന് അദ്ദേഹം സ്ഥലം കൊടുക്കുക. അദ്ദേഹം ഇപ്പോഴും RSS ആണല്ലോ. RSS കാര്യാലയത്തിന് സ്ഥലം കൊടുക്കാതിരിക്കുമോ? കൃഷ്ണദാസിന്റെ പ്രതികരണം അദ്ദേഹം ഷാഫി പറമ്പിൽ സംസാരിച്ചു.